ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൻ്റാണ്. താല്പര്യമുള്ളവർ കണ്ടാൽ മതി. ഞാൻ ആദ്യമേ പറയുകയാണ്. അവിടെ സ്വച്ഛാധിപതികളായിട്ടുള്ള ഗിസേലും നിവിനും ഒരു സൈഡിൽ കൂടി പണിപ്പുര ടാസ്കൊക്കെ ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വച്ഛാധിപതികളായപ്പോഴാണ് നിവിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ പുറത്തു വരാൻ തുടങ്ങിയത്. ഇനി അണയാൻ പോണത് ഈ ആളിക്കത്തെന്ന് പറഞ്ഞ പോലത്തെ സെറ്റപ്പിലാണോ കാര്യം പോണതെന്നുള്ളതൊന്നും അറിയാൻ പാടില്ലത്. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം, മനസ്സിലായോ? കാരണം ചില ആളുകൾ അങ്ങനെ അണയാൻ പോണത് ഈ ആളിക്കത്തുന്ന പോലെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. ലെറ്റ്സ് സേ ആര്യനാണ് ഒന്ന്. ആര്യൻ ഒരു സെൽഫ് ഓഡിറ്റും ഇല്ലാതെ അതിനകത്ത് കടന്നിട്ട് എന്തൊക്കെയോ വെറുപ്പിക്കാനുള്ള പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിവിൻ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും നിവിൻ ഇടയ്ക്കിടയ്ക്ക് ഐ ആം അച്ചീവ്ഡ്, എനിക്കെല്ലാം കിട്ടി, ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളൊരു ഫീലിലാണ് പോണത്. പിന്നെ ഒരുമാതിരി ബിഗ് ബോസിൻ്റെ ടീമിനെ തന്നെ ഒരു വെല്ലുവിളി പോലെ തന്നെ, അതായത് ഏം വഴി തനി വഴി എന്ന് പറഞ്ഞ രീതിക്ക് നിവിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ബിഗ് ബോസ് അതിനൊപ്പം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അത് എത്ര കാലം ബിഗ് ബോസ് അതിനൊപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ തന്നെ കുറേ വീഡിയോസ് ഇടുമ്പോൾ പറയാറുണ്ട്, ലാലേട്ടനൊക്കെ എപ്പിസോഡിൽ ചോദിക്കുമ്പോൾ നിവിനൊക്കെ ഏതോ വഴിക്കാണ് നോക്കിയിരിക്കുന്നത്. ആൾ ഫണ്ണാണ്, രസമാണ്, എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ ഈ സ്വച്ഛാധിപതിയായിട്ടുള്ളൊരു അധികാരം കൂടിയും കിട്ടുമ്പോൾ സംഗതി മൊത്തം ബിഗ് ബോസ് ഇൻ്റെതാണെന്നുള്ളൊരു ഫീലിംഗിൽ ഈ ചങ്ങായി പോണ പോലെ എനിക്കിത് എവിടെയൊക്കെയോ തോന്നിയിട്ടുണ്ട്. പിന്നെ അനുമോളോടുള്ള ഭയങ്കരമായ ദേഷ്യം, വൈരാഗ്യം, അത് നിവിനും ഭയങ്കരമായിട്ടുണ്ട്. അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇന്ന് രാവിലെ ലൈവിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, അനുമോളെ ഞാൻ ഇവിടെ നിന്ന് തീർക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സോ കണ്ടറിയണം കോശി എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഓരോരോ ക്യാരക്ടേഴ്സായിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മേജർ അടിപിടി പൊട്ടിത്തെറിക്കൊക്കെയുള്ള ചാൻസ് ഈ ആഴ്ച ഞാൻ കാണുന്നുണ്ട്. കാരണം സ്വച്ഛാധിപതി എന്ന് പറഞ്ഞ ടാസ്ക് തന്നെ അതിനാണ് വെച്ചിട്ടുള്ളത്, മനസ്സിലായില്ലേ? ഒരു ഫുൾ ഡോമിനൻസിയാണ് ഗിസേലിനും നിവീനും. ബാക്കിയുള്ളവരിങ്ങനെ അനുമോള് പൊട്ടി തുടങ്ങി, അനുമോള് ഭയങ്കര റിബലായി തുടങ്ങി. ഇനി അനുമോളെ മൈൻഡ് സെറ്റിക്ക് ബാക്കിയുള്ളവരും കൂടി വന്നു കഴിഞ്ഞാൽ പണി വേറെ രീതിക്ക് പോകും. ബിഗ് ബോസിനകത്ത് 7ൻ്റെ പണി എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇതിനിടയിൽ ഈ ആര്യൻ എന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ എന്തിൻ്റെ പ്രശ്നമാണെന്നുള്ളതും, അതോ ഇനി ഇവനത് പേഴ്സണലി ഇവൻ്റെ ലൈഫിൽ ഇവൻ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ അവിടെ കാണുന്ന ഈ ആര്യൻ ഒരിക്കലും ഇതൊരു ഇങ്ങനത്തെ കോണ്ടൻറ്റ്, അതായത് ഒരു വെറുപ്പിക്കൽ കോണ്ടൻറ്റ് പുറത്ത് കൊടുക്കണം എന്നുള്ള ഒരു രീതിയിൽ ആരെങ്കിലും കയറുമോ ബിഗ് ബോസിനകത്ത്? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പം ആ ചെക്കൻ്റെ കയ്യിൽ നിന്ന് പോയെന്നൊരവസ്ഥ. ഇന്നലെ ഞാനിപ്പോൾ നമ്മുടെ രേണുസുധീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ഈ സീസൺ ഭയങ്കര ടഫാണ്. ഓക്കെ, ഇതുവരെ ബിഗ് ബോസിൻ്റെ ഒരു പാറ്റേൺ അല്ല. ഒരു ലാംഗ്വേജിലും എവിടെയും നടക്കാത്തൊരു പാറ്റേണാണ് ഈ പണിപ്പൂരിയും ഡ്രസ്സ് കൊടുക്കാത്തതും മേക്കപ്പ് കൊടുക്കാത്തതും ഫുഡ് കൊടുക്കാത്തതും ഒക്കെ ഒരു പ്രത്യേക പാറ്റേണിലാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവരൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് പോയൊരു ബിഗ് ബോസ് ലൈഫ് അല്ല ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിസിക്കലി മെൻ്റലി ഇവർ ഡൗൺ ആണ്. ഇവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള തിങ്കിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇവർക്ക് ടാസ്കും ചെയ്യണം. ടാസ്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് സർവൈവലും ഉറപ്പ് വരുത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ട്രസ്റ്റും ഇല്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിനിടയിൽ ഇവരാകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഒരു പുതിയ ബിഗ് ബോസിൻ്റെ ഫേസ് തുറന്ന പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത് ഈ പണിപ്പൂരിയും ഈ ടാസ്കുകളും. അത് ബ്രില്യൻ്റ് ആണ്, അടിപൊളിയായിട്ടാണ് ബിഗ് ബോസിൻ്റെ ടീം ഈ സാധനം വെച്ചിട്ടുള്ളത്. അതിനായിട്ട് ഇവർ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ദാറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, അൺഫോർച്ചുനേറ്റ് ആണ്. മനുഷ്യന്മാരല്ലേ, നമ്മൾ ഇതുവരെ കണ്ടൊരു സാധനമല്ല ഇനി നമ്മൾ കാണാൻ പോണേ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണേ എന്നുള്ളത് അറിയുമ്പോൾ പൊട്ടിപ്പോകുമല്ലോ. അതാണ് സത്യത്തിൽ അവിടെ നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ലൂപ്പിലാണ് രേണുസുധിയൊക്കെ പെട്ടിട്ടുള്ളത്. അവർക്കൊക്കെ അവർ ഔട്ടാണ്, അവരൊക്കെ കംപ്ലീറ്റ്ലി കണ്ടറിയാം അവർ ഔട്ടാണ്. എനിക്ക് എൻ്റെ ഒരു ഞാൻ പറയാമല്ലോ, ഞാൻ അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ട് പറയാം, ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മൈൻഡ് ഔട്ടായ ആൾക്കാരെ ഒരു 10 മറ്റേ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അവരെ കൊണ്ടുപോയിട്ട് മറ്റേ ഡോക്ടറെ കാണിക്കുന്ന പരിപാടി, മനസ്സിലായോ? അങ്ങനത്തെ ഒക്കെ പരിപാടികൾ അവിടെ ചെയ്യും. അവർക്ക് നിരന്തരമായി കൗൺസിലിംഗ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. കാരണം രേണുസുധീൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് അത് തോന്നുന്നു, അങ്ങനെ സർവൈവ് ചെയ്യാണ് അവിടെ നിൽക്കുന്നത് തോന്നുന്നുണ്ട്. ആര്യൻ എവിടേക്കോ ഈ പറഞ്ഞ പോലെ ഒരു വീട്ടിനകത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കുന്ന ചില കുട്ടികളിൽ കുരുത്തക്കേട് കാണിച്ച് അറ്റൻഷൻ നേടിയെടുക്കുക. തുടക്കത്തിൽ ആര്യൻ ഓക്കെ ആയിരുന്നു, ട്രാക്കിലായിരുന്നു, ഫിസിക്കൽ ടാസ്ക് ഒക്കെ ചെയ്ത് നല്ല ഡോമിനൻ്റ് ആയിട്ട് പോയിരുന്നൊരു മനുഷ്യൻ എവിടേക്കോ അയാൾക്ക് തോന്നി തുടങ്ങി അയാളെ ബിഗ് ബോസ് അടക്കം ടാർഗറ്റ് ചെയ്യുകയാണോ കോർണർ ചെയ്യുകയാണോ തോന്നിയിട്ട് അങ്ങോട്ട് തുടങ്ങി ചങ്ങായി. എമ്മാതിരി സീനറി ഈ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടനോട് കാണിച്ച ഒരു അറഗൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്ന ആര്യൻ്റെ ഓരോ സീനുകളും കാണുന്തോറും ഇവൻ എന്തോ സീനുണ്ടാവന്, അങ്ങനെ ഒരു തോന്നല്. ഡയറക്റ്റ് എവിക്ഷൻ ലെറ്റർ അതെന്താ പരിപാടിയാ?
അവൻ ആവാറുണ്ടോ? അതിന് ശേഷമാണ് ചോദിച്ചത്. ഞാൻ ചെറിയ മാത്രമേ ഒരു വിഷു. അവൻ പെല്ലു കഴിഞ്ഞ് പൊട്ടിച്ച് മറ്റയാളെ തെരവിച്ചുകൊണ്ടിരിക്കുക, അച്ഛനമ്മയ്ക്കും മറ്റയാൾ ഇതെന്താ കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇന്നലെ ഡയറക്റ്റ് വിഷുവിൻ്റെ പോകേണ്ടത് പാർഷ്യാലിറ്റിയാണത്. പക്ഷെ എനിക്ക് പേടിയില്ല, ഒരു കുഴപ്പമില്ല. എനിക്ക് എല്ലാ വീക്ക് വിഷുവിൻ്റെ ഇടലായിട്ട് എനിക്ക് ഒരു പേടിയില്ല. മാക്സിമം പുറത്തേക്ക് പോകും, മരിച്ചൊന്നും പോയില്ലല്ലോ. ഇവന് ആര്യൻ എന്തോ കാര്യമായി കൊണ്ടിട്ടുണ്ട്. ആ നിലപാട് പൊട്ടിച്ചതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അങ്ങനെ ട്രോളൊക്കെ ഇറക്കിയതുകൊണ്ട് ആര്യൻ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പൊട്ടിപ്പോയതായിരിക്കാം. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ട് ഇനി ഞാൻ ഇങ്ങനെ പോകൂ, എല്ലാവരെയും വെറുപ്പിച്ചു എന്തും പറയാം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയതായിരിക്കാം. ഈ ഇമോഷണൽ ഔട്ട് ബ്രേക്ക് എന്നൊക്കെ ആര്യം പറഞ്ഞല്ലോ. ഈ ഇമോഷണൽ ഔട്ട് ബ്രേക്ക് എന്നുള്ള സംഗതി ചിലപ്പോൾ ചെങ്ങായിക്ക് അറിയാനായിട്ടായിരിക്കാം. മനസ്സിലായോ? അത് ഇമോഷണൽ ഔട്ട് ബ്രേക്ക് എന്നുള്ളതായിരിക്കില്ല അതിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഇവന് വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇമോഷണൽ സീനുകൾ ചിലപ്പോൾ അതിനകത്ത് കാണാനുള്ളൊരു പരിപാടി എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഐറ്റം ആണോ ഇനി ഇവൻ്റെ മൈൻഡിൽ കൂടി പോണേ? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ADHD എന്ന് പറഞ്ഞൊരു ഐറ്റം. ഇനി ഈ ഐറ്റം വല്ലതും ആണോ എന്നൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ്റെ ഈ പോക്ക് കണ്ടിട്ട് വാട്ട് ഐ ഫീൽ, സീരിയസ്ലി വാട്ട് ഐ ഫീൽ. ബിക്കോസ് കുറേ കാര്യങ്ങൾ ആര്യൻ ലൈവിൽ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിന് അക്ബറിൻ്റെ ഉമ്മ അക്ബറിനെ വിളിച്ച് സംസാരിച്ച ഒരു കോള് നമ്മളെല്ലാവരും ജസ്റ്റ് ഒരു പോർഷൻ ആണെങ്കിലും കണ്ടതാണ്. അതിനെ തുടർന്ന് ആദിലാനോറയ്ക്ക് വന്നിട്ടുള്ള ഒരു ഡിപ്രഷൻ ഫേസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ആദിലിനോറേൻ്റെ പന്തിക്ക് ഇരുന്ന് പോയിരിക്കരുതെന്ന് പറഞ്ഞത്. എടി ശൈത്യ അവിടെ ഇരുന്ന് സ്റ്റോറി പറഞ്ഞപ്പോൾ ഇവൻ ചിരിച്ചു. ഓക്കെ, പിന്നെ അത് അവൻ മസിൽ ക്രാമ്പാക്കി വേദനയാക്കി അങ്ങനെയൊക്കെ ആക്കി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അക്ബറിൻ്റെ ഉമ്മ അക്ബറിനെ വിളിച്ച് സംസാരിച്ചതും ഇവൻ വീണ്ടും അതേ ലൈനിക്ക് ഒരു സാധനം പിടിക്കുന്നുണ്ട്. ഇവൻ ഇന്നലെ അനുമോള സീൻ വന്നപ്പോഴും ചിരിച്ചു. ഇവനെന്തോ എനിക്കറിയാൻ പള്ളി ചെക്ക് എന്തെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. Why Akbar is doing? He was a friend, no? ഇവിടെ ആരും ഫ്രണ്ട് അല്ല, ഇവിടെ എല്ലാവരും സെൽഫിഷാ. അവന്റെ ഉമ്മ എന്ന് കയ്യിൽ നിന്ന് കിട്ടിയല്ലോ അവന്. അയ്യോ ഉമ്മ പറയരുത് കേട്ടാ. ഇത് പറഞ്ഞ സോറി ഉമ്മ, ഞാൻ ചെയ്യില്ല ഉമ്മ. But mom's का नाम मत लो. People ഇല്ല ഉമ്മ, ഞാൻ ഗ്രൂപ്പ് കളിക്കില്ല. അത് പറയണ്ട. രസമല്ലടാ, മാസല്ലേ. ഗിസയിലാണ് ഈ ചെക്കനെ ഒരു രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകണേ. ഇവൻ കണ്ട ഇവൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ മിമിക് ചെയ്യാൻ പാടുമോ? അപ്പോൾ ഇവനെവിടെ ഇമോഷണൽ സാധനം ലോസ്റ്റായി പോയേ. ഇപ്പം ഇവൻ്റെ അമ്മ വിളിച്ചാലും ആര്യനാണെങ്കിലും ആ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് വരുമല്ലോ. ഇവൻ പറയുന്നത് ഇമോഷണൽ ബേസ്റ്റ്, ഇമോഷണൽ ഔട്ട് ബ്രേക്ക് എന്നാണ് അന്ന് ചിരിച്ച സമയത്ത് ശൈത്യൻ്റെ സമയത്ത് പറയാം. ഇതെന്താ? അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ചെക്കന് അറ്റൻഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഇവൻ്റെ അറ്റൻഷൻ കുറഞ്ഞു എന്നുള്ള തോന്നൽ. ഇത് ഒപ്പമുള്ളവരുടെയൊക്കെ കളി ഒരു ലെവൽ അപ്പായി. ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ ഇവനെ ഒന്ന് ചവിട്ടി ഇവനിട്ട് പണിയും കൊടുത്തതിന് ശേഷം ഈ ചെക്കൻ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, എന്തൊക്കെയോ സീനുകളുണ്ട്. അതായത് അറ്റൻഷന് വേണ്ടിയിട്ട് ഈ ചെക്കൻ എന്ത് ചെയ്യാണ്, ഒരു ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുകയാണോ അതിനകത്ത് തോന്നുന്നു എനിക്ക്. അങ്ങനത്തെ ഒരു ഫീലിങ്. കാരണം എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഒരുപോലെ വെറുപ്പിച്ചുള്ള ഐറ്റം കാണിച്ചും പറഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതി. ഇത് ഷാനവാസ്, ഞാൻ പറഞ്ഞു ഷാനവാസ് കൃത്യമായിട്ട് ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞൊരു കാര്യം കേൾക്ക്, ഭയങ്കര അഹങ്കാരാണ്. എന്തും ചെയ്യാ, എന്തോ ഒരു വെളിവുമില്ല. ഓൻ എന്തൊക്കെ ചെയ്തോട്ടെ, എന്തൊക്കെ സംസാരിക്കുന്നുള്ളത് ഭയങ്കര. ഇത് കുട്ടിത്തായിട്ട് കാണാൻ പറ്റില്ല. ജിസേൽ പറയുന്ന പോലെ ഇതൊരു കുട്ടിത്തായിട്ട് കണ്ട് തള്ളാൻ പറ്റില്ല. 1 or 2 ഇൻസിഡൻ്റ് ആണെങ്കിൽ ഓക്കെ, കുട്ടിത്താണ്, അവന് മെച്ചൂർഡല്ലാത്തതുകൊണ്ടാണ് എന്ന് വിചാരിക്കാം. ഇത് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന പോലെയാണ്, അഹങ്കാരം കൊണ്ട് ചെയ്യുന്ന പോലെ. പക്ഷേ അവനോട് അത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലാലേട്ടനെ കളിയാക്കുന്ന രീതിയിലാണ് അവന്റെ മറു ചോദ്യങ്ങൾ ഉണ്ടായത്. നടക്കുമ്പോ വെക്കണോ, കിടക്കുമ്പോ വെക്കണോ, ബാത്റൂം കുളിക്കുമ്പോ വെക്കണോ, നീ എന്നെ ഊരാണോ, നീ എന്നെ ഊരാണോ, ഞെട്ടിപ്പോയി. അങ്ങനെ ചോദിക്കരുത് ശരിക്കും. അങ്ങനെ പറയുന്ന ഒരാള് അയാൾ അഹങ്കാരിയാണ്. അയാൾ കുട്ടിക്കളിയല്ലത്. അത് വലിയൊരു മനുഷ്യൻ നിൽക്കല്ലേ നമ്മളെ മുന്നിൽ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യണ്ടേ. അതല്ല. അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിനും ഈ സംഗതി ഏകദേശം മനസ്സിലായി തുടങ്ങി. ഇവൻ എന്തോ സീനുണ്ട്. ഒന്നില്ലെങ്കിൽ ഇവൻ അഹങ്കാരം കാണിക്കുകയാണ്. അനീഷ് ഒരിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പൈസേൻ്റെ അഹങ്കാരമാണ് ആര്യ എന്നുള്ളത് ലൈവിലൊക്കെ. ഇപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ഈ ലാലേൻ്റെ സീനും കൂടിയും കഴിഞ്ഞ് പിന്നെ ഇവൻ ഇതേപോലെയാണ്, ഇങ്ങനത്തെ ഡയലോഗാണ് ഓരോരുത്തരോടും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനിത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് തന്നെ എന്ത് ചെയ്യും? ഇവൻ്റെ ഈ ബിഹേവിയർ ഒരിക്കലും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല, അവർക്ക് ഡൈജസ്റ്റ് ആവില്ല. അവർ പറയും
ഇവനാണെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോയൊരവസ്ഥയും പറ്റെന്താ പറയുക, ഒരു അറ്റൻഷന് വേണ്ടി ഞാൻ ഏത് അറ്റം വരെ എന്തും കാണിക്കും എന്തും പറയുന്നുള്ള രീതിക്ക് പോയി കഴിച്ചു. ബിഗ് ബോസിന് ഓബിയസ്ലി അതൊരു കോണ്ടൻറ്റാണ്. ഓക്കെ, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ഒരു വ്യക്തി ഇങ്ങനെ ചെയ്താലും അത് കോണ്ടൻറ്റാണ്. കാരണം അയാളുടെ ഒരു ഇമോഷണൽ സാധനമൊക്കെ പോയി, അയാൾ ബാക്കിയുള്ളവരുടെ ഒരു ഇമോഷണൽ ലൈന് കട്ട് ചെയ്ത് ഇനി ടാസ്ക്കൊക്കെ വരുന്ന സമയത്ത് ഇനി ചിലപ്പോൾ ആര്യനെ പണിപ്പുരയിൽ അവിടെ സർവൈവ് ചെയ്താൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ സെൽഫിഷായിട്ട് അവൻ്റെ സാധനം മാത്രം എടുത്തിട്ട് പോരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും എടുക്കാതെ ആ ടാസ്ക് അവൻ കൊളാക്കിയിട്ട് പോരും. ബാക്കിയുള്ളവരുള്ള ദേഷ്യം അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്ത് കളയും. മനസ്സിലായില്ലേ? പക്ഷെ അത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെക്കൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? കാരണം പെട്ടെന്ന് വന്നൊരു മാറ്റമാണ് അല്ലേ. അപ്പോൾ ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യത്തെ ആഴ്ച വന്നു, എല്ലാ ടാസ്കും നന്നായി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, എല്ലാവരും അവനെ കൈയടിച്ചു. ലാലേട്ടൻ വന്നിട്ടാണെങ്കിലും ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തു, എല്ലാം ചെയ്തു. ആൻഡ് സെക്കൻഡ് വീക്കിലും അവൻ അത്യാവശ്യം എല്ലാവരും എന്ത് ടാസ്ക് വന്നാലും ഫസ്റ്റ് ആര്യനെ കിട്ടണം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ പോയി. ക്യാപ്റ്റൻസി വന്നതോടുകൂടി കയ്യിൽ നിന്ന് പോയി. ക്യാപ്റ്റൻസി വന്നതോടുകൂടി ആൾക്ക് ആകെ മൊത്തം ക്രിറ്റിസിസം ആയി തുടങ്ങി. ആൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഓഡിറ്റ് മിസ്സായി, ആളുകളുടെ അറ്റൻഷൻ കുറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ വന്ന എപ്പിസോഡിനകത്ത് നല്ല പണി കിട്ടി, നിലപാടിലൊരു പണി കിട്ടി. അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടും ആര്യം തീർന്നു. അപ്പോൾ പിന്നെ ഇനി എന്തെന്നുള്ളതൊക്കെ ബ്ലാങ്കായിട്ട് ഇനി എനിക്ക് പഴയ ഒരു അറ്റൻഷൻ കിട്ടണം അല്ലെങ്കിൽ പഴയ ഒരു ഇമ്പോർട്ടൻസ് കിട്ടണം എന്നുള്ള ഒരു സംഗതി മനസ്സിൽ വന്നുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ അന്തം വരും. അതായത് അസ്ഥാനത്താണ് പലതും പറയുന്നതും ചെയ്യുന്നതൊക്കെ ചെയ്തത്. പലരും പറയുന്നതും ചെയ്യുന്നതൊക്കെ ഒരു അറഗൻസിൻ്റെ എക്സ്ട്രീം ഫേസിലാണ്. അനുമോള് ബാത്റൂമിൽ പോയതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇനി അനുമോള് പോയ കക്കൂസ് പോയില്ല എന്ന് പറഞ്ഞാൽ മൂക്കൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച്, ഈ കക്കൂസ് പോയതല്ലോ ഒരാൾ, അതിനും മറ്റേ എന്താ പറയുക മുല്ലപ്പൂവിൻ്റെയോ അല്ലെങ്കിൽ ജമന്തിൻ്റെയോ ഒന്നും മണം വരുമെന്നില്ലല്ലോ. അത് ആര്യൻ്റെ കക്കൂസാണെങ്കിലും അനുമോളതാണെന്നുണ്ടെങ്കിലും ആ വീട്ടിൽ ആരതാണെന്നുണ്ടെങ്കിലും സുഗന്ധമൊക്കെ ഏറെക്കുറെ ഒന്നായിരിക്കും ഇവിടെ. മനസ്സിലായില്ലേ? അല്ലാതെ ഞാനിടുന്ന മറ്റേ സ്വർണത്തിൻ്റെ സാധനവും ബാക്കിയുള്ള ഇടുന്ന ആട്ടുംകാട്ടം പോലെ എന്ന് പറയാൻ പറ്റുമോ? ഈ രീതിക്കാണ്. എന്നിട്ട് ബാക്കിയുള്ളവരതിരുന്ന് അവർ ഫണ്ണാന്ന് വിചാരിച്ചാൽ ചിരിക്കണേ. പക്ഷേ ഈ ചെക്കൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ലൈന് വിട്ട എക്സ്ട്രീമിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ക്യാമറയുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും എനിക്കറിയാം അവരെന്നെ എങ്ങനെ കാണുന്നു എന്ന്. നിങ്ങളെ പ്രശ്നങ്ങളെല്ലാം ജനങ്ങൾ കേൾക്കുന്നു. നിങ്ങൾക്ക് ഇനി വോട്ട് വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ വഴി ചെയ്യണ്ട. നിങ്ങളെ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ കളി മാറത്തില്ല. എൻ്റെ ഡിസിഷൻ ഇത് തന്നെയായിരിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ആ പറഞ്ഞ ജനങ്ങളുണ്ട്. ഞാൻ നിങ്ങളാണെങ്കിൽ ഒന്നും ചെയ്യില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പ്രശ്നമെല്ലാം സോൾവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാ പിന്നെ വീട്ടിൽ ഇരുന്നാ പോരെ? ഇതെന്റെ വീടാണ്. ആര്യൻ അവിടെ ഇരുന്ന് എന്തോ ഡ്രസ്സ് തയ്ക്കുകയാണ്. അനുമോളും ശൈത്യം അവിടെ ഇരുന്നിട്ട് അവരുണ്ടായ ഇൻസിഡൻസിനെ കുറിച്ച് അനുമോൾ ആസ് യൂഷ്വൽ ബെഡിലിരിക്കുന്നു, കട്ടിൽ റാണി. ശൈത്യം അപ്പുറത്ത് പോയിരിക്കുന്നു, മറ്റേ കോളാമ്പി പിടിച്ചിരിക്കില്ലേ ഈ പഴയ തമ്പുരാക്കന്മാർക്കൊക്കെ, അതേപോലെ ശൈത്യം അവിടെ കോളാമ്പി പിടിച്ചിരിക്കുന്നുണ്ട്. ഇവൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഗാലറിയിൽ ഇരുന്ന് കമൻട്രി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സംഗതിയില്ല, നിങ്ങളുടേത് എനിക്കിഷ്ടമാണ് ക്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് അനുമോളിനെ ചോദിക്കുന്നു, വയ്യാടേ നിനക്ക് എന്താ പ്രശ്നം, നിനക്ക് എന്താ വിഷയം? അതാണ് ഈ കാണുന്ന കേൾക്കുന്ന അവിടുത്തെ കണ്ടസ്റ്റൻസിന് വരെ ഇവന് എന്താ പ്രശ്നം ടീച്ചർക്ക്. ഇത് കാണുന്ന ലൈവിലാണെങ്കിലും എപ്പിസോഡിലും കാണുന്ന നമുക്കും തന്നെ ഇവന് എന്താ പറ്റി, മര്യാദയ്ക്ക് വന്നൊരു ചെക്കനായിരുന്നു. അതാ പറഞ്ഞത് ഇവിടെ ഈ ക്യൂ സീരിയസ്ലി മാൻ ഇപ്രാവശ്യം ബിഗ് ബോസ് വേറെ ലെവലാണ്. മൈൻഡ് അടിച്ച് കളഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഷർട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എപ്പോൾ കഴിക്കുന്നില്ലല്ലോ, നീ ഇനി എൻ്റെ അടുത്ത് സംസാരിക്കാനും വരണ്ട കേട്ടല്ലോ. അങ്ങനെ പറയരുത് ശൈത്യ. ഞാൻ ഇവിടെ ആരുടെ ലൈറ്റും അല്ല നിഴലും അല്ല. നിങ്ങൾ അവരുടെ സുഹൃത്തല്ലേ? ഞാൻ ആരുടെ സുഹൃത്തല്ല. അങ്ങനെ പറഞ്ഞ് പോവല്ലേ ശൈത്യ. അതൊരു ഗെയിമിന്റെ ഭാഗമാണ്, എനിക്ക് മനസ്സിലായി ശൈത്യ. അഭിനയം പോരാ ശൈത്യയുടെ. ഇവൻ
പിന്നെ ഇവ ആ ലാലേട്ടൻ പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഇവൻ്റെ അറഗൻസി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇവൻ എവിക്റ്റ് ആവുകയാണെങ്കിൽ എവിക്റ്റ് ആകട്ടെ, അല്ലെങ്കിൽ ഇവന് ഊട്ട് കൊടുക്കണ്ട എന്നുള്ള സ്കീമിൽ നമുക്ക് ദേഷ്യം വന്നതാണ്. പക്ഷെ എന്താ പറയുക, ഇവനെ നിർത്തിക്കഴിഞ്ഞാൽ ഇവൻ്റെ എന്താ സിറ്റുവേഷൻ എനിക്കിപ്പോഴും മനസ്സിലാവുന്നത്, ഇങ്ങനെ ഔട്ടായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ഇവനെ നിർത്തിക്കഴിഞ്ഞാൽ കുറേ കോമഡികൾ കിട്ടും. ഒരു കോമഡി പോകുമ്പോൾ അടുത്ത ആൾ കോമഡി പിടിക്കണമല്ലോ. ഒരു കോമഡി ഏകദേശം തീരുമാനമായ മട്ടാണ്. അപ്പോൾ ഒന്ന് കിട്ടണമല്ലോ. അപ്പോൾ ഇവൻ കറക്റ്റായിരിക്കും അതിന്. ഇവനെ ലാലേട്ടൻ തന്നെ മറ്റേ രൺബീർ കപൂറിൻ്റെ ഏതോ വകയിലെ അനിയൻ്റെ മോൻ, കുഞ്ഞമ്മയുടെ മോൻ എന്ന് പറഞ്ഞിട്ട് ആക്കി വിട്ടോട് കൂടിയിട്ട് ആളിരുന്ന്. പക്ഷെ ഇപ്പം കാണിച്ചു കൂട്ടുന്നത് ഇവൻ ഇൻറ്റൻഷനലി കാണിക്കുന്നതാണോ, അതോ ഇവൻ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക മെൻ്റൽ സ്റ്റേറ്റിൽ എത്തിയിട്ട് ഇവൻ കാണിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഓഡിറ്റും ഉണ്ടാവില്ല. ഇവൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ലാലേട്ടനോടോ അല്ലെങ്കിൽ ഗോവിനോടൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് തന്നെ ഇവൻ ആകെ സീൻ വള്ളിയും പിടിക്കും. അപ്പോൾ കണ്ടറിയണമെങ്കിൽ ഇവൻ്റെ ഒരു എക്സിസ്റ്റൻസ് എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ ഫിസിക്കൽ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്, അത്യാവശ്യം മുന്നോട്ട് പോകാൻ പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഈ സീസൺ ശേഷം കിളി പാറിക്കുന്ന കോൺസെപ്റ്റ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു ഫ്ലോയിൽ പോകാൻ പറ്റാത്തതാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള പല ആളുകൾക്കും സീനായിട്ടുള്ളത്. ഇപ്പോൾ ഓക്കെ, അനുപോളൊരു വന്ന സാധനത്തിൻ്റെ മുകളിലൊരു സാധനം പിടിച്ച് പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും, എനിക്ക് ഷാനവാസ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും ബിന്നി ആണെങ്കിലും ഒക്കെ ഒരു സാധനം പിടിച്ച് പോകുന്നുണ്ട്. ഒരു ഓവർ ദ ടോപ്പ് സാധനം ഉണ്ടല്ലോ, അങ്ങനെ മാറി തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നിവിൻ, അതേപോലെ ഇവൻ ആര്യൻ. പിന്നെ ഒരു ഓവർ ദ ടോപ്പ് എന്ന് ഞാൻ പറയില്ല, ബട്ട് കയ്യിൽ നിന്ന് പോയി രേണു സുധി, അങ്ങനെയുള്ളവരാണ് ശരിക്കും ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇനി എന്ത് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസിന് ചാടിക്കളിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഓവർ കോൺഫിഡൻസ് ഉള്ള കൂട്ടത്തിലും ഞാൻ ഈ നിവിനും ഒനിലിനൊക്കെ പറയും. ഒരു ആദ്യം മുതലൊരു പ്രിവിലേജ് കിട്ടിയ പോലത്തെ ഒരു ഫീലിങ് ഒരിടയ്ക്ക് അക്ബറിനുണ്ടായിരുന്നു. അക്ബർ പിന്നെ ഒന്ന് ഇരുന്ന്. പക്ഷേ ഇപ്പം നിവിന് അത് ഭയങ്കരമായിട്ടുണ്ട്. ഒരു പ്രിവിലേജ് ഉണ്ട്, എനിക്ക് എന്തും കാണിക്കാം, ഞാൻ കള്ളത്തരം കാണിച്ചാലും പിന്നെ ബിഗ് ബോസിൻ്റെ ടീം സപ്പോർട്ട് ചെയ്യും, അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കുകയും വിളിച്ച് പറയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ മുന്നോട്ടുള്ള പോക്കും ചിലപ്പോൾ പണി കിട്ടും. അങ്ങനത്തെ സീനുകളൊക്കെ സംഭവിക്കും. എന്തായാലും നോക്കാം.